ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണ ഒരു പുതിയ സ്റ്റിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് പലതരം നോട്ട്സ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട്, ബൂളിയൻ നോട്ട്, റിംഗ് നോട്ട്, ലോങ് ഫ്രഞ്ച് നോട്ട്, അങ്ങനെ പലതരം നോട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നോട്ടാണ്. നോട്ടിന്റെ പേര് കൊളോണിയൽ നോട്ട് എന്നാണ്. അപ്പൊ അതും ഫ്രഞ്ച് നോട്ടും ഏകദേശം കാണാൻ ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവത്തില്ല. കുറച്ച് തടിപ്പ് കൂടുതലായിരിക്കും കൊളോണിയൽ നോട്ട്. പക്ഷെ ചെയ്യുന്നത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇത്രയും നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്നിനും തടിപ്പ് കൂടുതലായിരിക്കും, ഫ്രഞ്ച് നോട്ടിന് കുറച്ച് കുറവായിരിക്കും. പക്ഷെ തയ്ക്കുന്ന രീതിയിൽ കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഒരു പുതിയ സ്റ്റിച്ചാണ്, മറ്റുള്ളവർക്കും കൂടെ കാണിച്ചു കൊടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കൊളോണിയൽ നോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടു നോക്കാം. നമ്മൾ ഓൾറെഡി സ്റ്റിച്ച്ഡ് കുർത്തയിൽ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ വളരെ ലൈറ്റായിട്ടായിരിക്കും കാണാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇതിൻ്റെ അകത്ത് ഒരു ഡാർക്ക് ബ്ലൂ അല്ല, ഡാർക്കും അല്ല ലൈറ്റും അല്ലാത്തൊരു ബ്ലൂ കളർ കുർത്തിയാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ യെല്ലോ കളർ കാർബൺ പേപ്പർ വെച്ചിട്ട് ആദ്യം ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും കാണാൻ വയ്യ. അപ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ പെൻസിൽ, സാധാരണ നമ്മുടെ നോർമൽ പെൻസിൽ വെച്ച് വരച്ചേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഓൾമോസ്റ്റ് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്തത്. ഞാൻ ബ്ലൂവും ബ്ലാക്കും എന്താ പിന്നെ എടുക്കാത്തതെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഡാർക്ക് കളർ കാർബൺ പേപ്പർ യൂസ് ചെയ്താൽ മതിയല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് കളർ ഒരു ലൈറ്റ് മസ്റ്റർഡ് യെല്ലോ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ത്രെഡിൻ്റെ ഉള്ളിൽ കളർ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈറ്റ് കളർ കാർബൺ പേപ്പർ തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് ഡിസൈൻ തയ്ക്കാൻ തുടങ്ങാം. ഈ ഡിസൈനിന് നമ്മൾ തയ്ക്കാനായിട്ട് ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. 2 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് 306 ആങ്കർ കോഡും, അതുപോലെ തന്നെ ലീഫ് തയ്ക്കാനായിട്ട്, സ്റ്റെംസ് തയ്ക്കാനായിട്ട് 269. ഈ 2 കളർ കോഡ്സാണ് നമ്മളിവിടെ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി സ്റ്റിച്ച്ഡ് കുർത്തി ആയതുകൊണ്ട് ഇവിടെയാണ് നെക്ക് പോർഷൻ വരുന്നത്. അപ്പോൾ നെക്ക് പോർഷൻ ഇതിൽ ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഡിസൈൻ തല തിരിഞ്ഞായിരിക്കും കാണുന്നത്. എന്നാലും എനിക്ക് തയ്ക്കാൻ എളുപ്പത്തിന് ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസൈൻ ഇപ്പോൾ തല തിരിഞ്ഞാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഡിസൈനിൻ്റെ ഇവിടെയുള്ള ഈ ലൈൻസ് എല്ലാം സ്റ്റെമ്മാണ് തയ്ക്കുന്നത്, സ്റ്റെം സ്റ്റിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളിവിടെ ഷാഡോ വർക്കോ സാറ്റിൻ സ്റ്റിച്ചോ ലോങ് ആൻഡ് ഷോർട്ട് അങ്ങനത്തെ സ്റ്റിച്ചസാണ് തയ്ക്കണമെങ്കിൽ ആദ്യം ഫ്ലവേഴ്സ് തയ്ച്ചിട്ട് സ്റ്റെം തയ്ച്ചാൽ മതി, കുഴപ്പമില്ല. അതല്ല ഫ്രഞ്ച് നോട്ട്, ബൂളിയൻ നോട്ട്, അങ്ങനെ തടിച്ച് നിൽക്കുന്ന സ്പൈഡർ വർക്ക്, അങ്ങനെ തടിച്ച് നിൽക്കുന്ന വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ ആദ്യം സ്റ്റെംസ് തയ്ച്ചു കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഫ്ലവർ പോർഷൻ തയ്ക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പം ആദ്യം തന്നെ ഇവിടെ ഇപ്പോൾ സ്പൈഡറോ അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് വെച്ച് ഫില്ല് ചെയ്തു എന്ന് വെച്ചോ, അത് കഴിഞ്ഞിട്ട് സ്റ്റെം തയ്ക്കുന്നിടത്ത് നമ്മൾ സ്റ്റെം ഇങ്ങനെ നീഡിൽ കുത്തിയല്ലേ എടുക്കുന്നത് മുന്നോട്ട്. അപ്പോൾ ഇതിൽ വന്ന് ഈ ത്രെഡിൽ വന്ന് തയ്ച്ചിരിക്കുന്നതിൽ വന്ന് കൊള്ളും, നീഡിൽ കൊണ്ടിട്ട് അതിൻ്റെ നമ്മൾ ആ ഫിനിഷിങ് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യം സ്റ്റെം തയ്ച്ചു കഴിഞ്ഞിട്ടാണ് ഫ്ലവേഴ്സ് തയ്ക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഇതുപോലെ തന്നെ സ്റ്റെമ്മാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെം ഇവിടെ ഇത്തിരി കനത്തിലാണ് ഇതിൻ്റെ തണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇത്രയും പോർഷൻ ഞാൻ ഫില്ല് ചെയ്യണത്. ഇവിടുന്ന് ഇവിടം വരെ ഫില്ല് ചെയ്യണത് സ്റ്റെം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ 3 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ആദ്യം നിങ്ങൾ ഫ്ലവേഴ്സ് തയ്ക്കണമെങ്കിൽ പിന്നെ ആ സ്റ്റെം തയ്ക്കണേ എന്നുണ്ടെങ്കിൽ സ്റ്റെം ഇങ്ങനെ തയ്ക്കണതിന് പകരമായിട്ട് നമ്മൾ സ്റ്റെം വെച്ചിട്ട് ഫ്ലവറൊക്കെ തയ്ക്കുമ്പോൾ ചെയ്യാറില്ല, ഇങ്ങനെ താത്തിയിട്ട് അതിൻ്റെ ഹാഫ് വേ പോർഷനിൽ നിന്ന് നമ്മൾ പൊക്കിയെടുക്കുന്നു, അങ്ങനെ തയ്ച്ചാലും മതി. അങ്ങനെ തയ്ക്കുകയാണെങ്കിൽ കുഴപ്പം വരത്തില്ല. അപ്പോൾ ഫ്രഞ്ച് നോട്ടൊക്കെ തയ്ച്ചാലും കുഴപ്പമില്ല, അവിടെ വന്ന് നമ്മുടെ തയ്ച്ചയിൽ വന്ന് സൂചി ഉടക്കുകയൊന്നുമില്ല. ഇങ്ങനെ തയ്ച്ചാൽ മതി. പക്ഷേ ഇതിപ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരേ വട്ടം അടി കൂടെ കൈ എടുക്കണം. ഇപ്പോൾ ഓൾറെഡി സ്റ്റിച്ച്ഡ് കുർത്തി ആയതുകൊണ്ട് അടി കൂടെ കൈ എടുത്ത് സൂചി വലിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മേലിൽ കൂടെ പോകുന്ന സ്റ്റിച്ചസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇങ്ങനെ തന്നെ ആദ്യം തന്നെ സ്റ്റെം തയ്ക്കുക. ഇതുപോലെ സ്റ്റെം വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് അങ്ങ് ഫില്ല് ചെയ്തെടുക്കുക ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പം നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ സൈഡും നമുക്ക് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്തേക്കുന്നത്. ഇത് ഞാനിപ്പോൾ 5 ടൈംസ് ഇങ്ങനെ ലൈൻസ് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഫ്ലവേഴ്സാണ് തയ്ക്കുന്നത്. ഫ്ലവേഴ്സ് ഞാൻ തയ്ക്കുന്നത് 6 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് തയ്ക്കുന്ന. സ്റ്റിച്ച് കൊളോണിയൽ നോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഈ ഫ്രഞ്ച് നോട്ട് കൊളോണിയൽ നോട്ടും എന്താ എന്താ ഡിഫറൻസ് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ കുത്തിയെടുക്കുന്നു, ഇങ്ങനെ നമ്മൾ ചുറ്റുന്നു, താത്തണു അല്ലേ. ഇങ്ങനെ ഈ ത്രെഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ ഈ കുത്തിയെടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ താത്തുന്നു. ഇങ്ങനെയാണ് താത്തുന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മൾ കൊളോണിയൽ സ്റ്റിച്ചാണ് ചെയ്യണമെങ്കിൽ, കൊളോണിയൽ നോട്ടാണ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ത്രെഡ് പോരെ ഉൾട്ട സി തിരിച്ചിടണ എഴുതണ പോലെ ആ ഒരു പൊസിഷനിൽ അങ്ങനെയാണ് നമ്മൾ ത്രെഡ് വെക്കുക. ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നീഡിൽ വെക്കുന്നു ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഈ ത്രെഡ് ഈ അറ്റം പിടിച്ച് വലിക്കുക. എന്നിട്ട് വീണ്ടും എസ് മാതിരി ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നൂലിരിക്കുന്നത് ഏകദേശം ഒരു 8 പോലെയായിരിക്കും നീഡിലിരിക്കുന്നത്. കണ്ടോ, ഏകദേശം ഇങ്ങനെ 8 മാതിരി ത്രെഡ് ഇരിക്കും. ഇത് ഇനി വലിച്ചു പിടിച്ചിട്ട് അടുത്ത് തന്നെ കൊണ്ടുവന്ന് താത്തുക. ഇതാണ് കൊളോണിയൽ നോട്ട്. ഇത് കൊളോണിയൽ നോട്ട് ചെയ്യാൻ നമുക്ക് കാണുമ്പോൾ ഒത്തിരി പാട് പോലെ തോന്നും. പക്ഷെ ഇതങ്ങ് യൂസ്ഡായി ഒരു പ്രാക്ടീസ് വന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കൈയും വേണം. ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് 2 കൈയുടെയും ആവശ്യമുണ്ട്. ഇങ്ങനെ സി പോലെ വെക്കുക, ഉൾട്ട സി വെക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ ത്രെഡ് വെക്കുക, നീഡിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ അറ്റം വലിച്ചിട്ട് എസ് മാതിരി ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരു 8 ഷേപ്പ് വരും ത്രെഡ്. എന്നിട്ട് താത്തുക, തൊട്ടടുത്ത് തന്നെ താത്തുക. ഇതിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രഞ്ച് നോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും തടുപ്പ് നമ്മൾ 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാൽ ഇത്രയും തടുപ്പ് കിട്ടില്ല. നമുക്ക് ഇത്രയും തടുപ്പ് കിട്ടണമെങ്കിൽ 2 വട്ടമോ അല്ലെങ്കിൽ 3 വട്ടമോ നീഡിൽ ചുറ്റിയിട്ട് താത്തിയാലാണ് ഈ ഒരു പ്രൊജക്ഷൻ നമുക്ക് ഫ്രഞ്ച് നോട്ടിൽ കിട്ടുള്ളൂ. അതേസമയത്ത് കൊളോണിയൽ നോട്ടിൻ്റെ അകത്ത് ഒരു വട്ടം ചെയ്യുമ്പോഴേ നമുക്ക് ഈ തടുപ്പ് കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് നീഡിൽ വെക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഒന്നുകൂടെയും ത്രെഡ് ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. അപ്പം ഈ നമ്മൾ സാധാ ഫ്രഞ്ച് നോട്ട് ഒരു വട്ടം ചെയ്ത് വെക്കുന്നതിൻ്റെ ഇരട്ടി മുഴുപ്പുണ്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഫ്രഞ്ച് നോട്ടിനേക്കാളും കുറച്ചും കൂടെ നീറ്റ്നെസ്, കാണാനൊരു ഭംഗി കിട്ടുന്നത് ഈ കൊളോണിയൽ നോട്ടിലാണ്. അപ്പോൾ ഇതുമാതിരിയാണ് ഈ ഫ്ലവേഴ്സ് എല്ലാം ചെയ്യേണ്ടത്. ഈ എല്ലാ സർക്കിളിലും കൊളോണിയൽ നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യണത്. അപ്പോൾ ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടി തോന്നും ഇങ്ങനെ ത്രെഡ് പിടിക്കാനായിട്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ സി പോലെ വെക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നീഡിൽ വെച്ച് ഇങ്ങനെ വെക്കുക. അങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അത് ഒരു കൈവഴക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്കിതിൻ്റെ ഉള്ളിൽ ഫുള്ളും ഫില്ല് ചെയ്യണം ഈ നോട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. കൊളോണിയൽ നോട്ടും ഫ്രഞ്ച് നോട്ടും ആയുള്ള ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഫ്രഞ്ച് നോട്ടാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നീഡിൽ വെക്കുന്നത്. ഈ ത്രെഡിൻ്റെ ഇവിടെ നീഡിൽ വെച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് താത്തുക. കൊളോണിയൽ നോട്ടാവുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ത്രെഡ് എടുത്ത് പിന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം താത്താൻ. കാഴ്ചയിലും കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റേത് ഫ്രഞ്ച് നോട്ട് ചെയ്താൽ തീരെ പൊടിയായിട്ടിരിക്കും. ഒരു വട്ടം ചുറ്റിയിട്ടിരുന്നെങ്കിൽ 2 വട്ടം ചുറ്റും അല്ലെങ്കിൽ 3 വട്ടം ചുറ്റിയാൽ ഇതിൻ്റെയൊക്കെ ഈ ഒരു സൈസ് കിട്ടും നമുക്ക്. പിന്നെ ഒത്തിരി ടൈറ്റ്ലി വെച്ചിട്ട് വലിക്കണ്ട, അപ്പോൾ തീരെ കുഞ്ഞിതായി പോകും. ഇച്ചിരി ലൂസായിട്ട് വെക്കുന്നതാണ് ഇതിന് നല്ലത്. പിന്നെ തയ്ക്കുമ്പോൾ അടുപ്പിച്ച് തയ്ക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പം അവിടെയൊക്കെ ഒരു വിടവ് വരും. വിടവ് വന്നിട്ട് ഈ നോട്ടുകൾ തമ്മിൽ അകന്നിരിക്കണം, ഇത് വരും. അപ്പോൾ കാണാൻ ഭംഗിയുണ്ടല്ലോ. അപ്പോൾ തയ്ക്കുമ്പോൾ നല്ല ടൈറ്റ്ലി പാക്ക് ചെയ്ത് തയ്ക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. ഈ കൊളോണിയൽ നോട്ട് വെച്ച് എല്ലാ വട്ടവും, അതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ച് വെച്ച് എല്ലാ സ്റ്റെംസും തയ്ച്ചിട്ട് അവസാനം ഡിസൈൻ തയ്ച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് കാണാം. സ്റ്റെം സ്റ്റിച്ചും അതുപോലെ തന്നെ കൊളോണിയൽ നോട്ടും കൂടെ വെച്ച് നമ്മൾ ചെയ്ത ഡിസൈനാണിത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നമുക്കിനി അതൊന്ന് വെച്ച് കണ്ടു നോക്കാം. ഈ കുർത്തയിൽ എങ്ങനെയാണ് ഈ ഡിസൈൻ എവിടേക്കാണ് വന്നിരിക്കണേന്നൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ കൊളോണിയൽ നോട്ട് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത കുർത്തയാണിത്. ഇത് ഡബ്ല്യൂയുടെ കുർത്തയാണ്. ഡബ്ല്യൂൻ്റെ കുർത്ത ഓൾറെഡി നല്ല ലെങ്ത് ഉള്ള
3/4 സ്ലീവ് ഉള്ള കുർത്തയാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ് ആക്കി വെക്കണമെങ്കിൽ അങ്ങനെയും സ്ലീവ് ആക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹൈ നെക്കാണ്, നെക്ക് കോളർ പോലത്തെയുള്ള നെക്കാണ്. അതിൻ്റെ ഇടയിൽ ഇത് ഈ 2 ബട്ടൺസ് ഓപ്പൺ ബട്ടൺ ആണ്, ബാക്കിയുള്ളത് ക്ലോസ്ഡ് തന്നെ അവരുടെ ഷോയ്ക്ക് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ബട്ടൺസിന്റെ 2 സൈഡിലായിട്ടാണ് നമ്മുടെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ ഈ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് തയ്ക്കാൻ തന്നെ ഒരു ആങ്കർ ത്രെഡിന്റെ കൂടുതൽ വേണം, മോർ ദാൻ 1 വേണം ഇത്രയും തയ്ക്കാൻ തന്നെ. അപ്പൊ ഇത് ടോട്ടൽ തയ്ക്കാനായിട്ട് ഈ ഫ്ലവേഴ്സ് മാത്രം തയ്ക്കാനായിട്ട് 5 to 6 ആങ്കർ ത്രെഡ്സ് വേണം. പിന്നെ സ്റ്റെം തയ്ക്കാൻ വേറെ. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ത്രെഡ്സിന്റെ ഉപയോഗം വന്നിരിക്കുന്നത്. അപ്പൊ ഇത് റെഡി ഫോർ സെയിലാണ്. ഓൾറെഡി സ്റ്റിച്ച്ഡ് മീഡിയം സൈസ് ഡബ്ല്യുവിന്റെ കുർത്തിയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ വർക്കും കൂടെ കൂടിയിട്ട് 1400 ആണ് റേറ്റ്. ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക ഉടനെ തന്നെ. ഒറ്റ പീസേ ഉള്ളൂ. ഒരു ലൈറ്റ് കളർ ബ്ലൂ എന്ന് വെച്ചാൽ ഡാർക്കും അല്ല ലൈറ്റും അല്ലാത്ത ഒരു മീഡിയം ബ്ലൂ കളർ ഷെയ്ഡാണ് ഇതിന്റെ കളർ. അതിൻ്റെ അകത്ത് ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോ കളർ ത്രെഡ് ഇട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പൊ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. ഇനി നമുക്ക് വേറെ 2 കുർത്തീസും കൂടെ ഉണ്ട്. സെയിം മോഡൽ തന്നെയാണ്, കുർത്തിയുടെ മോഡൽ സെയിം ആണ്, കളർ മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. അതും മീഡിയം സൈസ് തന്നെയാണ് കുർത്ത. അതിന്റെ ഡിസൈനിങ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കുർത്ത. ഇത് ഒരു പിങ്ക് കളർ, ഡാർക്ക് പിങ്ക് കളർ ആണ് ഇതിന്റെ കളർ. അതിൻ്റെ അകത്ത് നല്ല ഡാർക്ക് ബ്ലൂ കളർ ത്രെഡ് ഇട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലീവ്സ് എല്ലാം തയ്ച്ചിരിക്കുന്ന ഫിഷ് ബോണും ഈ സ്റ്റെം തയ്ച്ചിരിക്കുന്ന സ്റ്റെം സ്റ്റിച്ചും ആണ്. അതിൻ്റെ ഒക്കെ ഈ ലീവ്സിന്റെ ഇടയിൽ ട്യൂബ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 ലീവ്സിന്റെ ഇടയിലായിട്ടും ട്യൂബ്സ് വെച്ചിട്ടുണ്ട്. അതൊരു സിൽവർ കളർ ട്യൂബ്സ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് വർക്ക് വരുന്നത്. ഒരു സൈഡ് ഫുള്ളും കവർ ചെയ്തിരിക്കും. ഇത് മീഡിയം സൈസ് കുർത്തയാണ്. ഇതിന്റെ റേറ്റ് 950 ആണ് ഇതിന്റെ റേറ്റ്. ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതും 1 പീസേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും ഇതുപോലത്തെ പ്ലെയിൻ കുർത്ത മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആമസോണിൽ നിന്ന് മേടിച്ച പ്ലെയിൻ കുർത്താസ് ആണ് ഡബ്ല്യുവിന്റെ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ഇന്നിപ്പോ ഞാൻ കാണിച്ച 3 കുർത്തകൾ, ഇനി ഒരെണ്ണം കൂടെ കാണിക്കാനുണ്ട്. 3 കുർത്തികളുടെ സ്റ്റിച്ചസ് നിങ്ങൾക്ക് അറിയില്ലാത്ത സ്റ്റിച്ചസ് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് കയറി നോക്കിയാൽ എങ്ങനെ തയ്ക്കണ്ടേ എന്നും മനസ്സിലാകും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കുർത്ത. ഇതിന്റെ റേറ്റ് 950 റുപ്പീസ് ആണ്. വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ കുർത്തയൊന്ന് കണ്ടു നോക്കാം. ഇതാണ് മൂന്നാമത്തെ കുർത്ത. ഇതിന്റെ കളർ ലൈറ്റ് പീച്ച് ഷെയ്ഡ് കുർത്തയാണ്. അതിൻ്റെ അകത്ത് ലാവൻഡർ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് ഒലീവ് ഗ്രീൻ ആണ്. അതിൻ്റെ അകത്ത് സ്റ്റിച്ച് വൂവൻ ഓവൽ സ്റ്റിച്ച് ആണ്. ഈ ഒരു സ്റ്റിച്ച് നേരത്തെ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ മെയിൽ കാർഡിലും വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഓരോ ഫ്ലവേഴ്സിന്റെ നടുക്ക് വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഒത്തിരി ഹെവി വർക്ക് അല്ല, സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. ഇതിന്റെ റേറ്റ് 975 റുപ്പീസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതും മീഡിയം സൈസ് തന്നെയാണ് കുർത്തയുടെ സൈസ്. അപ്പോൾ 3 ഡബ്ല്യുവിന്റെ കുർത്ത മീഡിയം സൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ 3 ഡിസൈനിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞവരെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. നോവൽ സ്റ്റിച്ചാണ്. നടുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വെച്ചിട്ടുണ്ട്. ലീവ്സ് ഫ്രഞ്ച് നോട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ലൈറ്റ് ഒലീവ് ഗ്രീൻ ലാവൻഡർ ഷെയ്ഡാണ് ഇതിൻ്റെത്.